ഇഞ്ചിപ്പുല്ല് 2 മുതൽ 3 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന സുഗന്ധമുള്ള പുൽവർഗത്തിൽപ്പെട്ട ഔഷാദിയാണ് ഇഞ്ചിപ്പുല്ല്. നീണ്ടു നേർത്ത ഇലകളുള്ള ചിരസ്ഥായിയായ പുല്ലുകളെയാണിത്. സുഗന്ധതൃണ, കർപ്പൂരതൃണ എന്നീ നാമങ്ങളിൽ സംസ്കൃതത്തിൽ ഇഞ്ചിപ്പുല്ല് അറിയപ്പെടുന്നു. ലെമൺ ഗ്രാസ് എന്നാണ് ഇഞ്ചിപ്പുല്ലിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ശാസ്ത്രീയമായ നാമം സൈബപോക്കോൺ ഫൈലോസോസ് സ്റ്റിയൂഡിയസ് വാട്സ് എന്നാണ്. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് കാർഷികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ പീരുമേട്ടിലാണ് ഇഞ്ചിപ്പുല്ല് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഇഞ്ചിപ്പുല്ല് അപൂർവമായി മാത്രമേ പുഷ്പിച്ചു കാണുകയുള്ളൂ. ഇഞ്ചിപ്പുല്ലിന്റെ പൂവ് ഇളം പച്ച നിറത്തിലായിരിക്കും. ഇലയ്ക്ക് 125 സെമി നീളവും 1.5 സെമി വീതിയുമുണ്ട്. ഇഞ്ചിപ്പുല്ലിന്റെ ഇല വാറ്റിയാണ് ഔഷധ ഗുണമുള്ള പുൽത്തൈലം ഉണ്ടാക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നവനാണ് പ്രധാനമായി ഇഞ്ചിപ്പുല്ല് ഉപയോഗിക്കുന്നത്. ഇഞ്ചിപ്പുൽ തൈലം വാതരോഗ ശമനത്തിന് ഒരു ഉത്തമ ഔഷധമാണ്. ശരീരഭാഗങ്ങളിലെ വേദന, ജലദോഷം, അതിസാരം എന്നിങ്ങനെ പല രോഗങ്ങൾക്കും ഇഞ്ചിപ്പുൽ തൈലത്തിന്റെ ഔഷധ പ്രയോഗം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. ഇഞ്ചിപ്പുല്ലിന്റെ വിത്ത് നട്ടും വേരോടുകൂടിയുള്ള തണ്ടുകൾ നട്ടും ഇഞ്ചിപ്പുല്ല് വളർത്തിയെടുക്കുന്നവയാണ്. ഇഞ്ചിപ്പുല്ല് സമൂലവും ഔഷധയോഗവുമായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ ശരീരഭാഗങ്ങളിലെ വേദന ഇഞ്ചിപ്പുല്ലിന്റെ ഔഷധയോഗപ്രയോഗം വെച്ച് ശമിപ്പിക്കാം. കോളറയിൽ ഉണ്ടാകുന്ന ശക്തിയായ ഛർദി, ആമാശയത്തിലെ വായുദോഷം എന്നിവയ്ക്ക് ഇതിന്റെ ഉപയോഗം ഉത്തമമാണ്. കൂടാതെ ഇഞ്ചിപ്പുല്ല് ഒരു ക്രിമിനാശിനി കൂടിയാണ്. കഫ നിവാരണത്തിനും ഇഞ്ചിപ്പുല്ല് വളരെ നല്ലതാണ്. ജലദോഷം ശമിപ്പിക്കുന്നതിനും ഇഞ്ചിപ്പുല്ല് ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ അതിസാരം, ഛർദി എന്നീ രോഗങ്ങൾക്ക് ഇഞ്ചിപ്പുൽ തൈലം വളരെ വിശേഷമായ പ്രതിവിധിയാണ്. ഗ്രാമ്പൂ, ജാതിക്ക ഇവയിട്ട് വെന്തൽ വെള്ളത്തിൽ പുൽത്തൈലം അല്പം ഒഴിച്ച് 4-5 പ്രാവശ്യം സേവിച്ചാൽ ഈ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. ജലദോഷം ശമിപ്പിക്കുവാൻ ഇഞ്ചിപ്പുല്ല് ഉപയോഗിക്കുന്നുണ്ട്. ജലദോഷം ശമിക്കുവാൻ പുൽത്തൈലം ഉള്ളിൽ തൊലിച്ച് ആ വെള്ളം ചൂടാക്കി ആവി കൊള്ളുന്നത് വളരെ ഫലം നൽകുന്നു. ഇതോടൊപ്പം തൈലം പുറത്തു തടവുകയും ചെയ്യുന്നത് നല്ലതാണ്. വാതവേദനയ്ക്ക് ഇഞ്ചിപ്പുല്ല് വാറ്റിയെടുത്ത തൈലം പുരട്ടുന്നത് വളരെ നല്ല ഫലം തരും. കുറച്ചു കഴിഞ്ഞ് പുല്ല് വേവിച്ച് ചെറു ചൂടുവെള്ളത്തിൽ തുണി മുക്കി വേദനയുള്ള ഭാഗത്ത് തടവുന്നതും രോഗാവസ്ഥയ്ക്ക് ശമനമുണ്ടാക്കും.